In the previous class we discussed about experiment method. അതായത് എക്സ്പെരിമെൻറ്റ് മെത്തേഡാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ കോസാലിറ്റി നോക്കുന്നു. അതായത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു ഡിപ്പെൻഡൻറ്റ് വാരിയബിളിനെ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. സോ നമ്മളുടെ എക്സ്പെരിമെൻറ്റിന് ദേ ഹാവ് 2 ഗോൾസ്. ഫസ്റ്റ് വൺ, to draw valid conclusion about the effect of independent variable on dependent variables. അതായത് ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വാലിഡ് കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസിൻ്റെ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾസിൻ്റെ മുകളിലുള്ള എഫക്റ്റ്, അതാണ് നമ്മൾ ആ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. സെക്കൻഡ് വൺ, ടു മേക്ക് വാലിഡ് ജനറലൈസേഷൻ ടു എ ലാർജർ പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്, നമ്മളുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് നമ്മളൊരു വാലിഡ് ജനറലൈസേഷനിലേക്ക് എത്തുകയാണ്. നമ്മളുടെ ഈ ഒരു കൺക്ലൂഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ജനറലൈസേഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഇങ്ങനെ 2 ഗോൾസാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, ടു ഡ്രോ വാലിഡ് കൺക്ലൂഷൻ എന്ന് പറയുമ്പം അത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ആ ഒരു ഇൻറ്റേർണലായിട്ട് വരുന്നൊരു വാലിഡിറ്റിയാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ വാലിഡിറ്റി. ഈ ഇൻറ്റേർണൽ വാലിഡിറ്റിയിൽ ഒതുങ്ങി കൂടാതെ നമുക്കതിനെ ഒരു ജനറലൈസേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ജനറലായിട്ടുള്ള തിയറിയിലേക്ക്, അതായത് ടു ദ വേൾഡ് അല്ലെങ്കിൽ ലാർജർ പോപ്പുലേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ടൈപ്പ് ഓഫ് വാലിഡിറ്റി ആണ്. ദറ്റ് ഈസ് ഇൻറ്റേർണൽ വാലിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി. Then what is internal validity? This issue is concerned with the question of how believable are the findings. എത്രത്തോളം നമ്മളുടെ ഫൈൻഡിങ്സിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മളുടെ ആ ഒരു കൺക്ലൂഷൻ എഫക്റ്റീവാണ് അല്ലെങ്കിൽ എത്രത്തോളം വാലിഡ് ആണ് എന്ന് നോക്കുന്നതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണൽ വാലിഡിറ്റിയിൽ മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ആക്ച്വലി കോസ് ദ ഒബ്സർവ്ഡ് എഫക്റ്റ് ഓൺ ദ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് എത്രത്തോളം നമ്മളുടെ ആ ഒരു ഒബ്സർവ്ഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ് ആക്ച്വലി ഡിപ്പെൻഡൻറ്റ് വാരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഒബ്സർവ്ഡ് എഫക്ട്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്ട്രേനിയസ് വാരിയബിൾ. ഇത് എക്സ്ട്രേനിയസ് വാരിയബിൾസ് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി. അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എത്രത്തോളം നമ്മളുടെ ഫൈൻഡിങ്സ് നമുക്ക് ബിലീവബിൾ ആണ് എന്ന് നോക്കുന്നതാണ് എന്ത്, ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. എത്രത്തോളം വാരിയേഷൻ വന്നു എന്നും ചെക്ക് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. എക്സ്റ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് ഈ ഒരു റിസൾട്ട് സ്റ്റഡീനെ ജനറലൈസ് ചെയ്യാം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് കോണ്ടെക്സ്റ്റിൽ ഒതുങ്ങി നിൽക്കാതെ നമുക്ക് എങ്ങനെ ഇതിനെ ജനറലൈസ് ചെയ്യാമെന്ന് നോക്കുന്നതാണ് എക്സ്റ്റേർണൽ വാലിഡിറ്റി. അതായത് എക്സ്റ്റേർണൽ, ഔട്ട്സൈഡ്, നമ്മളുടെ ആ ഒരു സ്റ്റഡിയിൽ ഒതുങ്ങി നിൽക്കാതെ നമുക്കതിനെ ജനറലായിട്ട് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കുന്നതാണ് എക്സ്റ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ എക്സ്റ്റേർണൽ വാലിഡിറ്റീന് നോക്കുന്നത്. നമ്മളുടെ ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്താണോ കൺക്ലൂഷനിലെത്തിയത് അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് എക്സ്റ്റേർണൽ വാലിഡിറ്റി. നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഡിസൈൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിലെന്തുണ്ടായിരിക്കണം, ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു വാലിഡ് ആയിരിക്കണ്ടേ. നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിയാൽ നമുക്കത് ജനറലായിട്ട് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് അപ്ലൈ ചെയ്യാനോ പറ്റണം. അതാണ് നമ്മളുടെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്.
സോ നമ്മളുടെ എക്സ്പെരിമെൻറ്റ് ഡിസൈൻ എപ്പോഴും എന്തായിരിക്കണം, ബോത്ത് ഇൻറ്റേർണൽ വാലിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇത്രയാണ് നമ്മളുടെ വാലിഡിറ്റിയിൽ വരുന്നത്. 2 ടൈപ്സ് ഓഫ് വാലിഡിറ്റി, ഇൻറ്റേർണൽ വാലിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി. ഇനി നമ്മൾ ഈ കോസാലിറ്റി പറയുന്ന സമയത്ത് തന്നെ, അതായത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് അടുത്തത് പോകുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സിമുലേഷൻ. ഇപ്പോൾ സിമുലേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ ഡയറക്ഷൻ ഓഫ് കോസാലിറ്റി ഈസ് ദ യൂസ് ഓഫ് സിമുലേഷൻ. It is a sophisticated set of mathematical formula are used to stimulate or imitate a real life situation. So, എന്താണ് സിമുലേഷൻ? ഇപ്പോൾ സിമുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ടെക്നിക്കാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല എടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റിമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഇവിടെ വരുന്നത് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? റെപ്രസെൻറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാണ് ഒരു ആർട്ടിഫിഷ്യൽ സെറ്റ്. ഒരു ആർട്ടിഫിഷ്യൽ സെറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റിയൽ ലൈഫിനെ നമ്മൾ എന്താ പറയുക, ഒരു മോഡൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനെ അവിടെ ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്നത്. സിമുലേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് പോലെ, അതായത് അതുപോലെ സിമിലർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പാർട്ടിസിപ്പൻസിനൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല. എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ ആവുന്ന സമയത്ത് നമ്മളവിടെ പാർട്ടിസിപ്പൻസിനൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. പക്ഷേ സിമുലേഷനിൽ ഇവിടെ പാർട്ടിസിപ്പൻസിനൊന്നും കൺട്രോൾ ചെയ്യാതെ നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. നമുക്കൊരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ഹോസ്പിറ്റലൊക്കെ ആവുന്ന സമയത്ത് ഈ എന്താ പറയുക, മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി ആയിട്ടുള്ളൊരു ഡെഡ് ബോഡി അല്ല, ബോഡീനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡമ്മി ബോഡി വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, എക്സ്പെരിമെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇതാണ് ഇന്നെന്ന്, അല്ലെങ്കിൽ ഒരു ഡമ്മി ആയിട്ടുള്ള ഹാർട്ട് എടുത്തിട്ടോ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ആയിക്കോട്ടെ, സ്കെൽട്ടൻ സിസ്റ്റം ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡമ്മി എടുത്തിട്ട് നമ്മൾ അതിനെ പരിചയപ്പെടുത്തി കൊടുക്കൂലേ, അതിനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിനൊക്കെ നമുക്ക് സിമുലേഷൻ എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷന് അവിടെ എന്ത് ചെയ്യണം, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ഉണ്ടാക്കുകയാണ്. ആർട്ടിഫിഷ്യൽ സെറ്റിംഗ് ഉണ്ടാക്കിയിട്ട് അത് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സിമുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിമുലേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമുക്ക് ഒബ്സർവേഷൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഈ ഒരു സിമുലേഷനാണ് കുറച്ചും കൂടിയും ഇഷ്യൂസിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ സിമുലേഷൻ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും. ആ ഒരു എഫക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓൾട്ടർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ ഒരു സിമുലേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഒരു സിമുലേഷൻ എന്ന് പറയുന്നത് ടോട്ടലി ഒരു ആർട്ടിഫിഷ്യാലിറ്റിയാണ് അല്ലേ. ഒരു ആർട്ടിഫിഷ്യൽ ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ അവിടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ടൈം എന്ന് പറയുന്നത് വേറൊരു ഫാക്ടറാണ്. ഒരു സിമുലേഷനിൽ നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് ടൈം എന്ന് പറയുന്നത്. കാരണം ഒരു റിയൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു 10 ഇയേഴ്സിലേക്ക് പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഒരു അരമണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ കൊണ്ടോ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആർട്ടിഫിഷ്യാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു അതിൻ്റെ ഒരു സജഷൻ പറയാൻ പറ്റൂല. അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി നമുക്കതിൽ പറയാനുള്ളതാണ് ടൈപ്സ് ഓഫ് സിമുലേഷൻ. ദർ ആർ 3 types of simulation: computer simulation, man simulation and man computer simulation. ഇങ്ങനെ 3 തരത്തിലാണ് എന്തുള്ളത്, സിമുലേഷൻ ഉള്ളത്. സോ ആദ്യം നമുക്ക് നോക്കാം എന്താണ് മാൻ സിമുലേഷൻ. ഇറ്റ് ഈസ് എ ഗെയിം played
ഇൻ എ ലബോറട്ടറി സെറ്റിംഗ് ടു സ്റ്റിമുലേറ്റ് പീപ്പിൾ ഇൻ എ റിയൽ വേൾഡ് ആണ്. സോ ഇവിടെ ഒരു ലബോറട്ടറി സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം, ഒരു റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു പീപ്പിളിനോട് ആക്ട് ചെയ്യാൻ പറയണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു മാനേജറായിട്ട് ഒരാളോട് ആക്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് അയാൾ ആ കോട്ടും സൂട്ടൊക്കെ എടുത്ത് വന്നിട്ട് അയാളൊരു മാനേജറിനെ പോലെ അവിടെ എന്താ പറയുക, ഒരു മീറ്റിംഗ് നടക്കുന്ന പോലെ ആക്ട് ചെയ്യുകയാണ്. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ്റെ ആ ഒരു ശരിക്കുള്ളതുപോലെ അവിടെ ആർട്ടിഫിഷ്യലി അവിടെ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് മാൻ സിമുലേഷൻ എന്ന് പറയാം. ഇനി കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു കമ്പ്യൂട്ടർ മോഡൽ എന്ത് ചെയ്യാണ്, മിമിക്സ് ദ ഓപ്പറേഷൻ ഓഫ് എ റിയൽ ഓർ പ്രൊപ്പോസ്ഡ് സിസ്റ്റം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് എ ബാങ്ക് ചിലപ്പോൾ ഫുള്ള് നമ്മൾ ആർട്ടിഫിഷ്യലി ഇപ്പോൾ ഓരോ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ സിമ്പിളൊക്കെ കൊടുത്തുകൊണ്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് അങ്ങനെ ആ ഒരു റിയൽ വേൾഡ് സിറ്റുവേഷനിൽ നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു സ്റ്റാഫിൻ്റെ അസൈൻമെൻറ്റ് ഓഫ് എ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കോൾ സെൻറ്റർ, ഇവിടെയൊക്കെ നമ്മൾ സ്റ്റാഫിൻ്റെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ വേറെ എന്തെങ്കിലും സിമ്പിൾ ഉപയോഗിച്ചായിരിക്കും ആ അസൈൻമെൻറ്റ് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് ആ ഒരു എന്താ പറയുക, ഫ്രണ്ട് ഓഫീസിൽ എത്ര പേര് ഇപ്പോൾ നിലവിലുണ്ട്, ഒരാൾ ക്വിറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു സ്പേസ് കാണിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഡേ ടു ഡേ ആയിട്ടുള്ള സ്റ്റാഫിൻ്റെ അസൈൻമെൻറ്റ് ഒക്കെ കമ്പ്യൂട്ടറിലൂടെ ആ ഒരു ഇത് കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മാനും രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് ഒരു സിറ്റുവേഷനെ ഇമിറ്റേറ്റ് ചെയ്യാനെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ മാൻ കമ്പ്യൂട്ടർ സിമുലേഷൻ. എങ്ങനെയാണ് സിമുലേഷൻ്റെ 3 ടൈപ്സ് ഓഫ് സിമുലേഷനായിട്ട് വരുന്നത്? കമ്പ്യൂട്ടർ സിമുലേഷൻ വരുന്നുണ്ട്, മാൻ സിമുലേഷൻ വരുന്നുണ്ട്, മാൻ കമ്പ്യൂട്ടർ സിമുലേഷൻ. സോ നമ്മളുടെ ഈ ഒരു കോസാലിറ്റി കാണിക്കാൻ വേണ്ടി വരുന്ന വേറൊരു മെത്തേഡാണ് നമ്മൾ സിമുലേഷൻ എന്ന് പഠിച്ചു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വാലിഡിറ്റി പറഞ്ഞു, അല്ലെങ്കിൽ ഗോൾ ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് പറഞ്ഞു, സിമുലേഷൻ പറഞ്ഞു.